നിങ്ങൾ ഇത്തരത്തിൽ ക്രോം ബ്രൗസറിൽ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ലിങ്കിൽ കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പോവുക. അതായത് എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നേരെ ബാക്കൊക്കെ വന്നിട്ടാണ് നമ്മൾ വിചാരിച്ച വെബ്സൈറ്റിലേക്ക് വരാറ്. അതിന് ക്രോം ബ്രൗസറിൽ സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതേ ആ റിസൾട്ട് ലഭിക്കുന്ന ആ സെർച്ച് നിങ്ങൾ എന്താ സെർച്ച് ചെയ്യുക അതുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടിൽ തന്നെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കയറാനുള്ള സെറ്റിങ്സ് ക്രോം ബ്രൗസറിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സെറ്റിങ്സാണ് പരിചയപ്പെടുത്തുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. നേരെ ഈ ക്രോം ബ്രൗസർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയും പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും യൂസ് DNS എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു DNS ഇവിടെ ഡിസേബിൾ ആണെങ്കിൽ ഇത് നിങ്ങൾ എനേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കറൻറ്റ് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ടാകുക. നിങ്ങൾ വിചാരിക്കുന്ന വെബ്സൈറ്റിലേക്ക് തന്നെ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആരോ കാണാൻ സാധിക്കും. ഈ ആരോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് പല കാര്യങ്ങൾക്കും ഉപകാരപ്രദമാകും. അപ്പോൾ ഈ ഒരു കറക്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടില്ലേ ക്ലൗഡ് ഫയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ 1.1.1.1 എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ കാണുന്ന ഈ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് ആ സെർച്ച് ചെയ്യുന്ന റിസൾട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുമാത്രമല്ല ഇവിടെ വേറൊരു കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പല ഓപ്ഷനും ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ പ്രൈവസിയും നിങ്ങൾക്ക് ഒരുപാട് സുരക്ഷിതമാക്കാൻ സാധിക്കും. അത് മാത്രമല്ല ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി ഫിൽറ്ററുകൾക്കൊക്കെ ഫോൺ കൈമാറുന്ന സമയത്ത് ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചാൽ വേണ്ടാത്ത വീഡിയോസിലൊന്നും പോകാനും സാധ്യതയില്ല. അപ്പോൾ ഈ വീഡിയോ നിർബന്ധമായിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നിങ്ങളിനി എന്ത് സെർച്ച് ചെയ്താലും ആ സെർച്ച് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നല്ലൊരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്.